അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു തീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ ചില വസ്തുക്കളുടെ മഹത്വം മനസ്സിലാക്കി തരുന്നുണ്ട്. തുടക്കം തന്നെ 4 വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. ധാരാളം അമ്പിയാക്കന്മാർക്ക് ജന്മം നൽകിയ ഫലസ്തീനിൽ സുലഭമായി കാണപ്പെടുന്ന അത്തിപ്പഴവും ഒലിവുകായും. അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി മുനാജാത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട തൂർസീന പർവ്വതം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ ഗേഹം കൊണ്ട് അനുഗ്രഹീതമായ മക്ക. ഇതിലൂടെ സത്യം ചെയ്യപ്പെട്ട വസ്തുവകളുടെ ബർക്കത്തിനെ സംബന്ധിച്ച് നാം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം സൂചിപ്പിക്കപ്പെട്ട അത്തിപ്പഴത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്. അത് ഫ്രഷായാലും ഉണങ്ങിയതായാലും പ്രയോജനം ഒരുപോലെയാണ്. ഹൃദയരോഗങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. ബ്ലഡ് ഷുഗർ ലെവൽ ചെയ്യാനും കൊളസ്ട്രോളിനും ഗുണകരമായതാണ്. ശ്വസന വ്യവസ്ഥയെയും ഉദ്ധാരണശേഷിയെയും നിലനിർത്തിക്കൊണ്ടുപോകാൻ ഉപകരിക്കുന്നതാണ് അത്തിപ്പഴം. പൈൽസിൻ്റെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ശമനം ലഭിക്കുന്നു. ശാരീരിക ആരോഗ്യം നിലനിർത്താൻ 1-2 പഴം പതിവാക്കുന്നത് നല്ലതാണ്. മൂത്രസംബന്ധമായ അസുഖമുള്ളവർ ഉണ്ടെങ്കിൽ ഉണങ്ങിയ അത്തിപ്പഴം 2 എണ്ണം 1 ഗ്ലാസ് വെള്ളത്തിൽ രാത്രിയിൽ ഇട്ടുവെച്ച് പ്രഭാതത്തിൽ സേവിക്കുക. മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് ആരെങ്കിലും പതിവാക്കുകയാണെങ്കിൽ അഅതാഹുല്ലാഹു ഹസ്ലത്തൈനി അദാമ ഫീ ദാരി ദുനിയ അൽ ആഫിയത വൽ യഖീന. ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം 2 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് നൽകുന്നതാണ്. ഒന്ന് ആഫിയത്തും മറ്റൊന്ന് യക്കീനും. ആഫിയത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആഫിയത്തോടുകൂടുള്ള ദീർഘായുസാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ആഫിയത്ത് നമുക്ക് അനിവാര്യമാണ്. എങ്കിലേ നമുക്ക് അവനെ ആരാധിക്കുവാനും മറ്റും കാര്യങ്ങൾക്ക് നമുക്ക് ഉപകാരപ്രദമായത് അതുതന്നെയാണ്. അപ്പം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ 2 കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് ലഭിക്കും. മാത്രമല്ല ആ വ്യക്തി ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂറത്ത് പാരായണം ചെയ്യുന്നതിൻ്റെ കണക്കനുസരിച്ച് നാളെ ആഖിറത്തിൽ അവന് മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. എങ്കിൽ ഈ സൂറത്ത് പതിവാക്കാൻ ശ്രമിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ.